ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് ആണ് പ്ലാനറ്ററി മോഡൽ ഓഫ് എൻ ആറ്റം. റൂദർഫോർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആറ്റം മോഡലിനെയാണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആറ്റം മോഡലിനെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്? കാരണം അദ്ദേഹം ഒരു ആറ്റത്തിനെ ഒരു സോളാർ സിസ്റ്റവുമായിട്ടാണ് കമ്പയർ ചെയ്തത്. അദ്ദേഹം നോക്കിയപ്പം നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ സെൻട്രലായിട്ട് സൺ ഉണ്ട്. ആ സണ്ണിന് ചുറ്റും ഡിഫറെന്റ് ഓർബിറ്റ്സ് ഉണ്ട്. ആ ഓർബിറ്റ്സിലായിട്ട് പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇനി അദ്ദേഹം ഒരു ആറ്റത്തിലേക്ക് നോക്കിയപ്പം ആറ്റത്തിന്റെ സെൻട്രൽ പൊസിഷനിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതിന് ചുറ്റും ഡിഫറെന്റ് ഓർബിറ്റ്സ് ഉണ്ട്. ആ ഓർബിറ്റ്സിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വന്നപ്പം അദ്ദേഹം സോളാർ സിസ്റ്റത്തിന്റെ സണ്ണുമായിട്ട് നമ്മുടെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ കമ്പയർ ചെയ്തു. സോളാർ സിസ്റ്റത്തിലുള്ള ഡിഫറെന്റ് ഓർബിറ്റ്സുമായിട്ട് നമ്മുടെ ആറ്റത്തിന്റെ ഓർബിറ്റൽസിനെ കമ്പയർ ചെയ്തു. ആൻഡ് സോളാർ സിസ്റ്റത്തിലുള്ള ഡിഫറെന്റ് പ്ലാനറ്റ്സിനെ അദ്ദേഹം നമ്മുടെ ഓർബിറ്റ്സിലുള്ള ഇലക്ട്രോൺസുമായിട്ട് കമ്പയർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഓവറോൾ നമ്മുടെ ആറ്റത്തിന്റെ സ്ട്രക്ചർ സോളാർ സിസ്റ്റവുമായിട്ട് സിമിലർ ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ ബേസിസിലാണ് ആറ്റം മോഡലിനെ അദ്ദേഹം പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.